വെൽക്കം ടു ദേവ്സ് വേൾഡ്. അപ്പോൾ നമ്മളിതാ ഇന്ന് അലിഗേറ്ററിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് സങ്കടകരമായിട്ടുള്ളൊരു വിശേഷമാണ്. നമ്മൾ ഇന്നും ഡോക്ടറെ കാണേണ്ടി വന്നു. കാരണം സർജറി കഴിഞ്ഞിട്ട് 7 ദിവസത്തോളം ആയിട്ടുണ്ട്. വീണ്ടും ഗ്രോത്ത് കാണുന്നതായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് ആളെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് വീണ്ടും വരാനുള്ള കാരണം ഉള്ളിലേക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് എടുത്ത് കളയാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വളർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും അത് എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇനി 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം. ടെട്രാസൈക്ലിൻ തന്നെ ഉപയോഗിക്കണം. അത് തന്നെയാണ് എഫക്റ്റീവ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴാണ് വെള്ളം മാറ്റിക്കൊണ്ടിരുന്നത്. ഈ സർജറിക്ക് ശേഷം നമ്മൾ 3 ദിവസം കൂടുമ്പോൾ മാറ്റാറുണ്ടായിരുന്നു. എന്നാൽ ഈ വെള്ളത്തിൻ്റെയും കൂടി ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടുമ്പോൾ മാറ്റിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ആ ഒരു ഗ്രോത്ത് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതുപോലെ തന്നെ വെള്ളം മാറ്റാം, എല്ലാം കാണാം. ആൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്താ രണ്ടാമത് അതിങ്ങനെ വരുന്നുണ്ട്. വെള്ളത്തിലാണ് നമുക്ക് വെളിയിലേക്ക് എടുക്കട്ടാ. ഗ്രോത്ത് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അതാ നമ്മളങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് തടി പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ആള്. നല്ല തടി വന്ന ആള്. ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ട്. പഴയ പോലെ വീണ്ടും ഗ്രോത്ത് ഇതാ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ആൾക്ക് കുഴപ്പമില്ല, ആള് നല്ല ആക്റ്റീവാണ്. നല്ല പോലെ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയത് ഇങ്ങനെ വരാൻ തുടങ്ങിയത്, ഇന്നലെ തൊട്ട്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ആവുമെന്നൊരു ടെൻഷൻ കൊണ്ടല്ലേ ഇത്. ഇനി അന്നത്തെ പോലെ ചെയ്യാൻ വന്ന കുറച്ച് പാടാണ്. അതെ, ഇപ്പം 2 തവണ ആയില്ലേ. അങ്ങനെ എന്തായാലും 2 ദിവസം നമുക്ക് വെള്ളം മാറ്റിയിട്ടേ മരുന്നിട്ട് നോക്കാം ഡോക്ടർ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ കോഴിക്കോട് വെറ്റിനറി ഡോക്ടറുണ്ട്, ഹോസ്പിറ്റലുണ്ട് കോഴിക്കോട്. അവിടെ പോകേണ്ടി അവിടെ കാണിക്കേണ്ടി വരുന്നോ? നമ്മളിപ്പോൾ പരപ്പനങ്ങാടിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കാണിക്കണമെങ്കിൽ കോഴിക്കോട് പോകേണ്ടി വരും. അപ്പോൾ ഇവനെ കൊണ്ടുപോകേണ്ടി വരും. അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. അത്രയും ലോങ് പോകണ്ടേ. ആൾ ആക്റ്റീവ് ആയതാണ് പ്രശ്നം. നോക്കണണ്ട. ഹലോ, ആൾക്കൊരു ബുദ്ധിമുട്ടില്ല. ആൾ അടിപൊളിയാണ്. ആൾ ഭയങ്കര ബലം. അപ്പോൾ എന്നത്തെ നമുക്ക് ടാങ്ക് ഇതിലേക്ക് മാറ്റാം. അവന് തീറ്റയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ. നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വെള്ളം നിറച്ചിട്ടുണ്ട്. പഴയതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവാണ്. എന്നാലേ ഈ മരുന്ന് കുറച്ചുകൂടി പവർഫുൾ ആവത്തുള്ളൂ കേട്ടോ. ഒരുപാട് നമ്മൾ കഴിഞ്ഞ വട്ടം വെള്ളം കൂടുതലാക്കിയപ്പോഴല്ലോ ഉണങ്ങാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ തവണയും വെള്ളം കുറച്ചിട്ട് നമ്മൾ ഒരു മെഡിസിൻ ഇടുകയാണ്. ടെട്രാസൈക്ലിനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കലക്കിയതിന് ശേഷം നമുക്ക് അലിഗേറ്ററിനെ ഇതിലേക്ക് മാറ്റാം. എല്ലാം പഴയ പ്രോസസ്സ് തന്നെ. ഇതാണ് ഉണ്ടല്ലോ. നമ്മൾ ഇനി മെയിൻ എടുക്കാം. ഇത് പിടി. അതിനകത്ത് അവൻ്റെ 2 ബ്രാലും കുട്ടികളുണ്ട്. പക്ഷെ അവന് കഴിക്കാൻ സാധിക്കില്ല. സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ വെട്ടിച്ച് അവർ പോവുകയാണ്. അതുകൊണ്ട് അവന് നല്ല ദേഷ്യമാണ്. ബ്രാലിൻ്റെ കുട്ടികളെ നമ്മൾ കൊടുക്കട്ടാ. ബ്രാലിൻ്റെ ചെറിയ കുട്ടികൾ ചെറുതല്ല. ഇത് ഇപ്രാവശ്യം കിട്ടിയത് ഈ വലുപ്പത്തിലാണ്. ഇപ്രാവശ്യം കിട്ടിയപ്പോഴാണ് ചെറുതായത്. അല്ലെങ്കിൽ ഇച്ചിരി കൂടി വലുതായിരുന്നു. കിട്ടില്ല നമ്മൾ പാർത്തുന്നു. അപ്പം അതുകൊണ്ട് എണ്ണം കൂട്ടി കൊടുക്കണം. ഒക്കെ മുട്ടെടുക്കട്ടാ. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ, കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആളെയും കൊണ്ട് കോഴിക്കോട് പോകേണ്ടി വരും, വെറ്റിനറി ഹോസ്പിറ്റലിൽ. അതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ. അപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.